ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ svlog. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു സംഭവം ആവശ്യമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കൂടെ നമ്മുടെ കുഞ്ഞപ്പനും മെജോമോനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയാണ് പോണത്. അപ്പോൾ ഇത് ഈ ഒരു സംഭവം എടുക്കാനായിട്ടാണ് കേട്ടോ നമ്മൾ വന്നത്. അപ്പോൾ മുളയുടെ ചെറിയ ചെറിയ കമ്പുണ്ടല്ലോ, അതെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ വലിയ പീസൊക്കെ കുറേ ഞങ്ങൾ കട്ട് ചെയ്ത് കൊണ്ടുപോയായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും ആവശ്യമില്ലായിരുന്നു. പിന്നെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സംഭവങ്ങൾ കാണുമ്പോൾ നമുക്കത് എടുക്കാനായിട്ടുള്ളൊരു ത്വര ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് കുറേ എടുത്തുകൊണ്ട് പോയി കേട്ടോ. പിന്നെ അതുമേലായിട്ട് വേറൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു ക്രാഫ്റ്റ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പുൽക്കൂടൊക്കെ ചെയ്യാനായിട്ട് ആ ഒരു മുള എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് തിക്കായിട്ടുള്ളതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാളിവിടെ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കാം കേട്ടോ. കുഞ്ഞപ്പാ കുഞ്ഞപ്പോയി മേമ്മയുടെ കുഞ്ഞപ്പൂ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ സംഭവം ഇതാണ് കേട്ടോ. ഇത് വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ മുളയുടെ കമ്പൊക്കെ വെട്ടി ഞങ്ങൾ വീട്ടിൽ വന്നു. കുറേ ദിവസം അത് ഇവിടെ ഇങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഒരു 1-2 മാസം കഴിഞ്ഞിട്ടാണ് അത് വെച്ചിട്ടൊരു ക്രാഫ്റ്റ് ചെയ്യണത്. കാരണം എന്ത് ചെയ്യണമെന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരെണ്ണം ചെയ്തിട്ടത് പാളിപ്പോയി. പിന്നെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു ക്രിസ്മസ് റീത്താണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പീസ് എടുക്കാൻ വന്നപ്പോൾ നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞ് വന്നതാണ് കേട്ടോ. അവിടെ സൈഡിലായിട്ടൊരു ചെടിയുടെ വള്ളി ഇങ്ങനെ ഉണങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അവൻ വിചാരിച്ചത് ഞാൻ ഉണ്ടാക്കിയേക്കണ എന്തോ ഒരു പൂവോ മറ്റോ ആണെന്ന് വിചാരിച്ചിട്ട് അത് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞ് എന്നെ കാണിച്ചു തന്നതാണ്. ഇനിയിപ്പോൾ നമ്മുടെ ക്രിസ്മസ് റീത്ത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതുപോലൊരു നൂൽക്കമ്പിയാണ് എടുക്കുന്നത്. അത് നമുക്കൊരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാർഡ്ബോർഡ് പീസ് ഉണ്ടല്ലോ, അതിങ്ങനെ റൗണ്ട് ഷേപ്പിലായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഇനിയിപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു സംഭവമാണ് കേട്ടോ. ഇതിപ്പോൾ പഴയതാണ്, ഞാൻ നേരത്തെ വാങ്ങിയിട്ടുള്ളതായിരുന്നു. ഇപ്പോൾ ഒരു പീസിന് എന്തോ 40 രൂപയൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റായിട്ട് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ 3 തരത്തിലുള്ളതാണ് എടുത്തേക്കണേ. പിന്നെ നമുക്ക് കുറച്ച് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ കേട്ടോ. ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കളർ പേപ്പർ ഉണ്ടല്ലോ, അത് നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചുറ്റിയെടുത്താലും മതി. പിന്നെ നമ്മളത് ചുറ്റിയെടുക്കുമ്പോൾ അത് വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കമ്പി വെച്ചിട്ട് ഞാനൊന്ന് ടൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പശ വെച്ചിട്ടൊന്നും അത് ഒട്ടിച്ച് കൊടുക്കാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മുടെ നൂൽക്കമ്പി വെച്ചിട്ട് തന്നെ നമുക്ക് അതിൻ്റെ എൻഡുകളൊക്കെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനതൊന്ന് ചുറ്റിയെടുത്തേക്കണേ. പിന്നെ നമ്മൾ കുറച്ച് ഭാഗത്തായിട്ട് അത് വെച്ച് കവർ ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ബാമ്പൂ സ്റ്റിക്കാണ് ഒട്ടിച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ചെറിയ പീസായിട്ട് കുറച്ചൊന്ന് ഒടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതും നമുക്ക് ആ ഒരു പശ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ നൂൽക്കമ്പി വെച്ചിട്ടാണ് കേട്ടോ ടൈ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ വലുതും ചെറുതൊക്കെ ആയിട്ടുള്ള കുറച്ച് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ.
പിന്നെ ലാസ്റ്റ് അത് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉറപ്പിന് നമ്മളിതാ ഇതുപോലെ സലോ ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആ കമ്പുകളുടെ അറ്റഭാഗം ഉണ്ടല്ലോ അവിടെ ആയിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പഞ്ഞി ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു ബോക്സിൻ്റെ മുമ്പിലായിട്ട് ഇതുപോലൊരു ബോ ഷേപ്പിൽ കണ്ടു കേട്ടോ. അപ്പോൾ അത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റിബൺ വെച്ച് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഉണ്ടല്ലോ അത് വെച്ചിട്ടൊരു ബോ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ദിവസം മുമ്പ് നമ്മളൊരു ക്രിസ്മസ് ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 3 ക്യൂട്ടായിട്ടുള്ള സ്നോമാനെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാം കേട്ടോ. പക്ഷേ വെട്ടിയെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ അത് കട്ട് ചെയ്യേണ്ടായിരുന്നു എന്ന് തോന്നി. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ റീത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നു. പക്ഷേ ആ ഒരു ഗ്രീറ്റിംഗ് കാർഡ് അങ്ങനെ തന്നെ ആർക്കെങ്കിലും കൊടുത്താൽ മതിയായിരുന്നു. ക്രാഫ്റ്റ് ചെയ്യുന്നവർക്ക് അത് മനസ്സിലാവുന്ന ഒന്നും നമുക്ക് ചെയ്തിട്ട് ഇഷ്ടമായിട്ടുള്ളൊരു സംഭവമാണെങ്കിൽ അതിങ്ങനെ വെട്ടിയെടുക്കാനായിട്ടൊന്നും ആർക്കത്ര താല്പര്യം ഉണ്ടാവില്ല. എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഗ്രീറ്റിംഗ് കാർഡായിരുന്നു കേട്ടോ. പക്ഷേ അതും കൂടി വെച്ച് കൊടുത്താലും നമ്മുടെ റീത്ത് അടിപൊളിയാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ 3 സ്നോമാനെ ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ക്രിസ്മസ് റീത്തിൻ്റെ സൈഡിലേക്കായിട്ട് ഇതുകൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ അത്രയേ ഉള്ളൂ, നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഒരു അടിപൊളി ക്രിസ്മസ് റീത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.